എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമം ശ്ലോകം 52. സർവശക്തിമയി സർവമംഗളാപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി. ഒന്നാമത്തെ നാമം സർവശക്തിമയി, എല്ലാ ദൈവിക ശക്തിയും ഉള്ള. ഇവിടെ മുതൽ ദേവി സഗുണ സ്വരൂപ വർണ്ണനയാണ്. സർവ്വദേവതകളുടെയും ശക്തി ഏകീഭവിച്ച ശക്തിശാലിനിയാണ് ദേവി. ആചാര്യ ഭാസ്കരായർ ഇങ്ങനെ പറയുന്നു: പ്രകൃതിയിൽ കാണപ്പെടുന്ന ശക്തി സ്ഫുരണങ്ങളും ദേവിയുടെ ശക്തി ലേശമാത്രമാണെന്ന് മനസ്സിലാക്കണം എന്ന്. പദാർത്ഥങ്ങൾക്ക് ഏതേത് ശക്തികളുണ്ടോ അതെല്ലാം ദേവി തന്നെ എന്ന് പുരാണത്തിൽ പറയുന്നു. അടുത്ത നാമം സർവമംഗളം, എല്ലാ മംഗളകർമ്മങ്ങൾക്കും ഹേതുഭൂതയായവൾ എന്നർത്ഥം. ദേവി പുരാണത്തിൽ പറയുന്നു: എല്ലാ മംഗളങ്ങളും ഭക്തജനങ്ങൾക്ക് നൽകുക കൊണ്ട് ദേവി സർവമംഗളയായി എന്ന്. ഭക്തന്മാരുടെ ദുഃഖങ്ങൾ ഒഴിവാക്കി അവരുടെ അഭീഷ്ടമംഗളങ്ങൾ ഒന്നൊഴിയാതെ പ്രദാനം ചെയ്യുക കൊണ്ട് ദേവി സർവമംഗള എന്നും അറിയപ്പെടുന്നു. അടുത്ത നാമം സദ്ഗതിപ്രദ, സദ്ഗതി അരുളുന്നവൾ എന്നർത്ഥം. സദ്ഗതി സ്വർഗാനുഭവം മുതൽ മോക്ഷപര്യന്തമുള്ള ജീവന്റെ ഗതിയാവുന്നു. സദ്ഗതിപ്രദ എന്നതിന് ആത്മജ്ഞാനം അരുളുന്നവൾ എന്നും അർത്ഥമുണ്ട്. മറ്റൊരർത്ഥം സജ്ജനങ്ങൾക്ക് സകല ആശ്രയവും നൽകുന്നവൾ എന്നും. അടുത്ത നാമം സർവേശ്വരി, സർവചരാചരങ്ങളെയും അടക്കി ഭരിക്കുന്നവൾ എന്നർത്ഥം. ദേവിയുടെ ഇച്ഛയില്ലാതെ ഒരു ഇല പോലും കൊഴിയുന്നില്ല, ഒരു എറുമ്പ് പോലും ചലിക്കുന്നില്ല. സകലത്തിനെയും നിയന്ത്രിച്ചു രക്ഷിക്കുന്നവൾ എന്ന് മറ്റൊരർത്ഥം. സ്വേച്ഛയാ ചെയ്യാതിരിക്കാനും മറിച്ചു ചെയ്യാനും കെൽപ്പുള്ളവൾ എന്ന് മറ്റൊരർത്ഥം കൂടി ഇതിനുണ്ട്. അടുത്ത നാമം സർവമയി, എല്ലാ ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവൾ എന്നർത്ഥം. പൃഥ്വിതത്വം മുതൽ ശിവതത്വം വരെ ദേവിയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് താല്പര്യം. അടുത്ത നാമം സർവമന്ത്രസ്വരൂപിണി, എല്ലാ മന്ത്രങ്ങളുടെയും സ്വരൂപമായവൾ എന്നർത്ഥം. 7 കോടി മന്ത്രങ്ങളുണ്ടെന്നാണ് പൗരാണിക മതം. ഓരോ മന്ത്രവും ദേവതാരൂപത്തിൽ ഋഷിമാർക്ക് പ്രത്യക്ഷമായതാണ്. അതുകൊണ്ടാണ് ഓരോ മന്ത്രത്തിലും ഋഷിയെ അനുസ്മരിക്കുന്നത്. ത്രായതേ ഇതി മന്ത്രം, ഏതൊന്നിനെ മനനം ചെയ്താൽ രക്ഷ പ്രാപിക്കുമോ അതാണ് മന്ത്രം. ശ്രീവിദ്യാമന്ത്രമായ പഞ്ചദശാക്ഷരി മന്ത്രം സർവമന്ത്രങ്ങൾക്കും നടുനായകത്വം വഹിക്കുന്നു. നാമങ്ങൾ: ഓം സർവശക്തിമയേ നമഃ, ഓം സർവമംഗളായേ നമഃ, ഓം സദ്ഗതിപ്രദായേ നമഃ, ഓം സർവേശ്വര്യേ നമഃ, ഓം സർവമയേ നമഃ, ഓം സർവമന്ത്രസ്വരൂപിണ്യേ നമഃ. എല്ലാവർക്കും ലളിതാ ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.